മഹാനായ അബൂബക്കർ ശിബിലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ നേരം ചിന്തിക്കേണ്ട നേരമാണ് നമ്മൾ. അന്നേരം മഹാനവറുകൾക്ക് ഒരു സ്വാലിഹായ മനുഷ്യന്റെ വഫാത്തിന്റെ സമയം എന്തെല്ലാം ഖൈറാത്തുകൾ ലഭിക്കുമോ ആ നന്മകളെല്ലാം മഹാനവറുകൾക്ക് ലഭിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ഈ നന്മകളെല്ലാം കിട്ടാനുള്ള കാരണം? അന്നേരം മഹാനവറുകൾ പറയുന്നുണ്ട്, എൻ്റെ നിസ്കാരങ്ങളാണോ? അല്ല. എൻ്റെ നോമ്പുകളാണോ? അല്ല. എൻ്റെ സ്വതക്കകളാണോ? അല്ല. പിന്നെ എന്താണ് മരണത്തിന്റെ സമയം ഇത്ര മനോഹരമായി കിട്ടാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി, ബഗ്ദാദ് പട്ടണത്തിലൂടെ നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കോച്ചിത്തരിക്കുന്ന തണുപ്പ് കൊള്ളുന്ന ഒരു പൂച്ചയെ നിങ്ങൾ കണ്ടില്ലായിരുന്നുവോ? ആ പൂച്ചയെ നിങ്ങൾ അവിടെ നിന്നെടുത്ത് അതിന് ചൂട് ലഭ്യമാകുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറ്റിവെച്ചല്ലോ. തിൽക റഹ്മ, അതാണ് നിങ്ങളുടെ മരണത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത്. നിങ്ങളുടെ നിസ്കാരങ്ങളോ നോമ്പുകളോ അല്ല, ഒരു പൂച്ചയോട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്ന വാത്സല്യമാണ്, കരുതലാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതാണ്, നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യുദ്ധവും വേനൽ ചൂടും ഒരുമിച്ച് വരുന്ന സാഹചര്യത്തിൽ, മുമ്പ് കൊറോണയുടെ സാഹചര്യത്തിൽ നമ്മൾ അനുഭവിച്ചിരുന്നത് പോലത്തെ ക്ഷാമങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഹോട്ടൽ വ്യാപാരികളുടെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പെയിന്റ് ജോലി ചെയ്യുന്നവർ, വെയിലത്ത് കഷ്ടപ്പെടുന്നവർ, ഇങ്ങനെയുള്ള അനേകം മനുഷ്യർ ഈ സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ നമ്മൾ നമ്മിലേക്ക് ഒതുങ്ങാതെ മറ്റുള്ളവരിലേക്ക് കൂടി പരക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് സമയത്തുള്ള സ്വതക്കയാണ് നബിയെ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളതെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന നേരം പരിശുദ്ധ റസൂലിന്റെ മറുപടി, എപ്പോഴാണോ നീ ദാരിദ്ര്യത്തെ ഭയക്കുന്നതെങ്കിൽ അന്നേരം നീ കൊടുക്കുന്ന സ്വതക്കയ്ക്കാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ മതിയായ വെള്ളം ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ അപ്പുറത്ത് വീട്ടിലുള്ള ഒരാൾ വന്ന് അല്പം വെള്ളം തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള സ്വതക്ക എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അഥവാ ദാരിദ്ര്യത്തെ ഭയക്കുന്ന സമയം, വല്ലായ്മയെ ഭയക്കുന്ന സമയത്ത് നമുക്ക് നൽകാൻ കഴിയുന്ന സ്വതക്കക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം എന്നാണ് നമുക്ക് അതിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. എന്താണ് നിങ്ങൾ സ്വതക്ക ചെയ്യേണ്ടത് യാ റസൂലല്ലാഹ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, നബിയെ ഞങ്ങൾ എന്താണ് ഏറ്റവും കൂടുതലായി സ്വതക്ക ചെയ്യേണ്ടത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, സഖയുൽ മാ, നിങ്ങൾ കുടിക്കാൻ പറ്റുന്ന വെള്ളം സ്വതക്ക ചെയ്തു കൊടുക്കുക. അതാണ് ഏറ്റവും ഉത്തമമായ സ്വതക്ക എന്ന് പറയുന്നത്. നമ്മൾ മക്കയിലേക്കൊക്കെ പോയാൽ അവിടെ വ്യത്യസ്തങ്ങളായ അറബികൾ മനുഷ്യർക്ക് വെള്ളം ഇങ്ങനെ കൊടുക്കുന്നത് കാണാം, ഈത്തപ്പഴം കൊടുക്കുന്നത് കാണാം. അത് വലിയൊരു സംസ്കാരമാണ്, വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ദാഹമകറ്റാൻ വരുന്ന ഒരുപാട് മനുഷ്യരുണ്ടാകും. ആ മനുഷ്യർക്കൊരു തുള്ളി വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് ഈ വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ സ്വതക്കകളിൽ പെട്ടതാണ്. അതുകൊണ്ട് വെള്ളം, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നാൽ ആ വെള്ളത്തിന്റെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ജീവജാലങ്ങളെങ്ങാനും ഈ ഭൂമി ലോകത്തില്ലായിരുന്നുവെങ്കിൽ മഴ നിങ്ങൾക്ക് വർഷിക്കുമായിരുന്നില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മഴ വർഷിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് തെറ്റുകൾ ചെയ്യാത്ത ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യരായ നമ്മളെ പോലെ തന്നെയാണ് നമ്മുടെ ചുറ്റിലുള്ള എല്ലാ ജീവികളും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർള് വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുകും. അതേ, നമ്മുടെ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഏതൊരു ജന്തുവും അതുപോലെ തന്നെ ഇരു ചിറകുകളിലായി വിരിച്ചു പറക്കുന്ന പറവകളുമെല്ലാം ഇല്ലാ ഉമമുൻ അംസാലുകും,
അവർ നിങ്ങളെപ്പോലെ ഒരു കമ്മ്യൂണിറ്റിയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന നമുക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ജീവിക്കാൻ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതുപോലെ എല്ലാം ആവശ്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അവർ. അതുകൊണ്ട് നമ്മൾ വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ, വ്യത്യസ്തങ്ങളായ പ്രകൃതിയുടെ വിഭവങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഇതേപോലെ ആ വിഭവങ്ങളെല്ലാം എടുക്കാൻ അർഹതയുള്ളവർ, അതിന് അവകാശപ്പെട്ടവരാണ് ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ നമ്മൾ ജന്തുജാലങ്ങളിലേക്ക് നന്നായി നോക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളെ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കൂ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അവിടുത്തെ പേരിന്റെ അർത്ഥം തന്നെ പൂച്ചയുടെ പിതാവ് എന്നുള്ളതാണ്. മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിത അധ്യാപനങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയങ്ങളിൽ കാണാം അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ഇതര ജീവികളോട് കരുണ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, ജുന്ദുബിനു ജുനാദ എന്നാണ് മഹാനവറുകളുടെ പേര്. പക്ഷെ ചരിത്രത്തിൽ മഹാനവറുകളെ അറിയപ്പെടുന്നത് അബൂദർ എന്നാണ്. എന്താണ് അബൂദർ എന്ന പദത്തിന്റെ അർത്ഥം? ഉറുമ്പുകളുടെ പിതാവ് എന്നാണ്. എല്ലാ ദിവസവും രാവിലെ ഉറുമ്പുകൾക്ക് മധുരം ഇട്ട് കൊടുക്കുമായിരുന്നു മഹാനവറുകൾ. ഇതെല്ലാം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മഹാനായ അലിയുൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അവിടുന്ന് റമളാൻ മാസത്തിൽ ഭാര്യയ്ക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. എന്താണ് ഭാര്യയോട് പറയുന്നത്? നോമ്പ് മനുഷ്യർക്ക് മാത്രമാണ്, മൃഗങ്ങൾക്കില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള പൂച്ചയ്ക്ക് റമളാൻ മാസമാണെങ്കിലും നീ ഭക്ഷണം കൊടുക്കണം എന്ന് നമ്മുടെ മുൻഗാമികൾ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ദാഹിച്ചു വലയുന്ന മുഴുവൻ ജീവികൾക്കും വെള്ളം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ, നമ്മുടെ തൊടിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പറവകൾക്ക് കുടിക്കാൻ, മറ്റുള്ള പക്ഷികൾക്ക് കുടിക്കാൻ ചെറിയൊരു പാത്രത്തിൽ ഓരോ തണ്ണീർ കുടങ്ങൾ സ്ഥാപിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളിൽ വരട്ടെ, നമ്മുടെ മദ്രസയുടെ പരിസരങ്ങളിൽ വരട്ടെ, നമ്മുടെ കടയുടെ പരിസരങ്ങളിൽ വരട്ടെ, ദാഹിച്ചു വരുന്ന പക്ഷികൾക്ക് കുടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെക്കുക. എല്ലാ ദിവസവും ആ പാത്രത്തിലെ വെള്ളം മാറ്റി പുതിയ വെള്ളം വെച്ച് കൊടുക്കുക. ഇങ്ങനെ മറ്റുള്ള ജീവികളോട് എല്ലാ നിലക്കും കരുണ കാണിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിഷേധിച്ച ചരിത്രം നമുക്കറിയാം. ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ, ദാഹിച്ചുകൊണ്ട് മണ്ണ് വാരി തിന്നുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകിയ മനുഷ്യന്റെ കഥയും അറിയുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഇതര ജീവികളിലേക്ക് നോക്കുക, ആ ജീവികളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക.